എവിടെ ആ ഇത് വക്കാറാക്കിയട്ടങ്ങളെ എന്നിട്ട് വരുന്നല്ലോ ആ മുള്ളൊടിഞ്ഞതോ മുള്ളിടൊക്കെ എല്ലാം ഇങ്ങനെ അവിടെ കൂട്ടി ഉണ്ടായിരുന്നോ ഒരു വേഗം വരി എന്ത് വരികയാണ് വണ്ടി പറഞ്ഞേക്കണ ഒരു 2 വാക്ക് പറയും കേട്ടാ 2 വാക്ക് പറയും ഇതിനെ പറ്റിട്ട് കടനെ പറ്റിട്ട് ആ തുടങ്ങിക്കോളേ കുഴപ്പമില്ല വരുന്നുണ്ട് പരിപാടി ആരംഭിക്കാൻ പോവാണ് നമ്മുടെ സിനിമയിലൊരു പെട്ടിക്കട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പെട്ടിക്കട ഒരു ഉപജീവന മാർഗം എന്ന ഒരു സന്ദേശത്തിലാണ് കാണുന്നത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആഴത്തിലൊരു സാധനമുണ്ട് കാരണം അവന്റെ ജീവിതത്തിലുള്ള ഒരു ആത്മവിശ്വാസം അവനൊരു കൈത്താങ്ങ് അവനൊരു സന്തോഷം സമാധാനമൊക്കെ ഉള്ള ഒരു ആരെയും മറ്റേ ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുക ഒരു ധൈര്യം കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന് ഈ ഇത്തരം സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗത്തിന് അടിമപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു ജീവിതത്തിലേക്ക് അവനെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. ഒരു കുടുംബത്തിനെ നമ്മളൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള മറ്റ് സന്നദ്ധ സംഘടനകളും കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, ഒരുപാട് വികസനങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഇതിന്റെ പിന്നിൽ നവധാര എന്ന ഒരു സംഘടന. അപ്പൊ ആ രീതിയിൽ ഈ ചിന്നലപ്പന്തിയിലെ ആളുകളെ സഹായിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് ആളുകളെ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഇത്തരം ഒരു പ്രവർത്തനം എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്, ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സഹായം എന്നത് എല്ലാം അവന് അവന്റെ ഒരു അവകാശം നിറവേറ്റി കൊടുക്കാൻ ഈ സമൂഹം നമ്മളെ ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ കൂടെ വന്നിട്ടുണ്ട്. അതിലുള്ള ഒരുപാട് ആളുകൾക്ക് അതിൽ ഒരു നല്ല അവരോടൊക്കെ ഉള്ള ഒരു നന്ദി കടപ്പാടും സ്നേഹമൊക്കെ അറിയിക്കാൻ കൂടിയുള്ള ഒരു സമയമാണിത്. ഏതായാലും മുരളി ഡോക്ടർ വന്നാൽ നമുക്ക് അതിന്റെ ഒരു ചടങ്ങ് തുടങ്ങും. നമ്മളെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, ഒരു സ്വാഗതമൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടി മുന്നോട്ട് തുടങ്ങാൻ, ചെറിയ പരിപാടി. ഓക്കെ, മസാലയൊക്കെ ഒന്ന് മതി. മസാലയൊന്നും വേണ്ട, അല്ല അതില്ല. ഒരു വെച്ച ഒരു വന്നിട്ട് അങ്ങോട്ട് 2 വാക്ക് പറയും കടനെ പറ്റിട്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല ഡോക്ടർ ഒന്ന്. അത് ഇനിയിപ്പോ അവിടെ ഇടാൻ കഴിയുമോ? ആ കല്ല് വെച്ചില്ലേ, ആ കല്ല് തട്ടൂല. ഇപ്പൊ ഞാൻ അത് ഒന്നുകൂടി ഉണ്ട്, 5 വേണ്ട, അത് 2 കിട്ടോട്ടെ. സമയം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാ എല്ലാരും ഒന്ന് അടുത്തേക്ക്, എല്ലാരും ഒന്ന് അടുത്തേക്ക്. സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നവധാരയുടെ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കാണ്. പ്രിയമുള്ളവരെ, നാട്ടുകാരെ, ഇതിലാരും തന്നെ ഇല്ല. ശിവേട്ടനോടെ ജീവിതയാത്രയിൽ സുനിൽകുമാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടുള്ള സ്വന്തം ജീവൻ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ആ സുനിൽകുമാർ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത് നമ്മുടെ നാട്ടിലെ കൂട്ടായ്മ കൂടിയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിലെ ചെറിയൊരു സംരംഭമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇതിൽ വേണ്ടി സഹകരിച്ച
ഇതിന് ആദ്യം തന്നെ തുടക്കം വെച്ച് നമുക്ക് വലിയൊരു സംഖ്യ തന്നത് അണ്ടിപ്പറ്റ് ബാബുണ്ട്, പിന്നെ സത്യമാവട്ടെ, തറവാട്ടുകാരുടെ കൂടി സത്യമാവട്ടെ, അങ്ങനെ നിരവധി ആൾക്കാർ നീതിയായിട്ട് ഞങ്ങൾക്കോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ ശിവാന്തട്ടൻ കുടിക്കൽ, അങ്ങനെ നിരവധി, ഞാൻ ഓരോ പേരെടുത്ത് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും അത് നമ്മളെ മലപ്പുറം വിട്ടാണ്. അതേപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഇങ്ങനത്തെ ഒരു കട അവിടെ വെച്ച് തരാൻ ഈ സ്ഥലം തന്ന നമ്മുടെ ആർട്ടിസ്റ്റ് മണിയേട്ടൻ ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരു ഇതാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് മണിയേട്ടനെ പോലെ ഒരാൾ ആ ശിവകുമാർ രക്ഷപ്പെടാൻ വേണ്ടി ആ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഒരു ഉപാധികളും ഇല്ലാതെയാണ് നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളായിട്ട് സഹകരിച്ച ഒരുപാട് നിരവധി ആൾക്കാരുണ്ട്, ചെറുതായിട്ടും വലുതായിട്ടും സംഭാവന തന്നെ. ഒരു സുനിൽകുമാറിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സംരംഭം ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും ഒരു ചോദ്യമില്ല, എത്രയാ വേണ്ടത് എന്ന രീതിയിലാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ചെറിയ സംഖ്യ മതി, കാരണം ഇതൊരു കൂട്ടു സംരംഭമാണ്, ഇത് ആ കുടുംബത്തിനെ രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൊത്തം സ്പോൺസർ സ്നേഹിക്കാതെ ഇത് ആ ഓനെ സ്നേഹിക്കുന്ന, നവതാരയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ചിലത് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി കിട്ടിയാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇതിലെത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് സ്വാഗതം പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ മുരളീധരൻ ഡോക്ടറെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, സാധാരണക്കാർക്ക് സുപരിചിതമാണ്. ഏത് ഘട്ടത്തിൽ പോലും ഒരു ആരും ഇതില്ലാതെ തന്നെ റെക്കമെൻഡ് ഇല്ലാതെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഡോക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്ത് വിളിക്കുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടെ എത്തും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്ന ഡോക്ടറാണ്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നവതാരയുടെ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി. അപ്പോൾ ആ ഡോക്ടറാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പുളിക്കൽ ശിവാന്തട്ടൻ ഈ നവതാരയോടൊപ്പം എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എന്ത് പറഞ്ഞാലും ശിവാന്തട്ടൻ ഞങ്ങൾക്ക് ഒരു വണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഒരു ഉപാധിയില്ലാതെ ഞങ്ങളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനുവേണ്ടി അവർ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ ട്രഷറായിട്ടുള്ള പാലയറ്റിന് എപ്പോഴും നെടുത്തൂണായിട്ടുള്ള കാക്കാത്തിട്ട് നന്ദേട്ടനാണ്. ഈ പാലയറ്റിൻ്റെ എന്ത് വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നന്ദേട്ടൻ ഞങ്ങൾ കൂടെ നിൽക്കാറുണ്ട്. ആ നന്ദേട്ടനെയും കൂടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് താക്കോളി ഉദയകുമാറാണ്. രണ്ടു വാക്ക് ഉദയം പറയും. അതിന് നമ്മുടെ വാർഡ് മെമ്പറുണ്ട് നിഷാപ്പനയും പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്നതാണ്. പിന്നെ യൂനസ് കട്ട്ലുണ്ടി, അബൂബക്കർക്ക, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. സുരമാഷ് രാജാവിനെ കാണാത്തതാണ്. സുരമാഷ് നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ഉപദേശങ്ങൾ തരുന്ന ആൾക്ക് സുരമാഷ്, കോൺത്ര വിശേഷൻ നമ്മളോട് എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാരാണ്. മനോജ് മാസ്റ്റർ, അങ്ങനെ നിരവധി ആൾക്കാർ നമ്മളോടൊപ്പം ചേർന്നിട്ട് ഇതെല്ലാവരും നവതാരയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ആരും ഇതിന് പുറമെയല്ല. ഈ എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് വനിതാ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അധ്യക്ഷ വഹിക്കുന്നുണ്ട്. നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതായിട്ട് നേരിട്ടിട്ട് പറയും. അത് ഉദ്ഘാടനം വഹിക്കാൻ ഈ 3 പേര് ക്ഷണിക്കുന്നു. ഡോക്ടർ നമ്മൾ വിട്ടുപോയതുണ്ടാവും. പൊതുവെ നമ്മൾ ചടങ്ങാരംഭിക്കുകയാണ്. നമുക്ക് മലയാളം നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പരിചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തിയെ കുടുംബത്തിന് നയിക്കുക എന്നത് ചെറിയ ഒരു ചെലവ് കൊണ്ട് ചെറിയൊരു വരുമാനം, അത് ദീർഘനാളത്തേക്ക് എന്നത് ആ കുടുംബത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് ആനന്ദകരമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു താങ്ങും തണലാവുക, അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുക, അവർക്ക് ജീവിക്കാൻ ഒരു ആവേശം നൽകുക. അവരെ 2 ദിവസം ഈ പെട്ടിക്കട ഉണ്ടാക്കാൻ തീരുമാനിച്ചത് മുതൽ ചിനിയിലുണ്ടായ ഒരു മാറ്റം വളരെ നമ്മളത് കണ്ടതാണ്. അവന്റെ അതിലുണ്ടായ ഒരു ആവേശം, അവനെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം, പുഞ്ചിരി, എന്തൊക്കെയാണ് അവന്റെ നടത്തത്തിൽ തന്നെ ഒരു മാറ്റം വന്നുപോയി. അപ്പം നമ്മൾ അവന് ഒരു 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 കൈത്താങ്ങായിട്ട് ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ഞങ്ങളുടെ ഒരു ഏറ്റെടുക്കല് അവരിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പം പല ആളുകളിലും രോഗികളിലൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവരുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ നമ്മളെ പാലിയേറ്റീവിന്റെ നെടുതൂണായിട്ടുള്ള മുരളി ഡോക്ടറും സുരമാഷും അതുപോലെ തന്നെ പുളിക്കൽ ശിവരും നമ്മളെ വാർഡ് മെമ്പറും വനിതാ വേദി പ്രവർത്തകരും നമ്മളെ ക്ലബിന്റെ ആളുകൾ, ക്ലബിന്റെ സഹകാരികൾ, പാലിയേറ്റീവിന്റെ വളണ്ടിയർമാർ, മനോജ് മാഷ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. നമ്മളെ
പൂള ഉണ്ണി സോറി ഈ കുന്നത്തുണ്ണി പിന്നെ ഷൺമുഖനാണ് ഇതിന്റെ പിന്നിൽ അവസാനം വരെ പാഞ്ഞത്. കാരണം പൈസ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഒരു ആശയം വെച്ചപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് പനി പിടിച്ച് കിടന്നുപോയി. അപ്പൊ അവര് നല്ല ഓടി അത് കറക്റ്റായിട്ട് റെയിലുമ കയറ്റി. അതോടൊപ്പം ഈ പെട്ടിക്കട ഉണ്ടാക്കി തന്ന ശ്രീയേട്ടന്റെ ഒരു ഏട്ടൻ മൂപ്പര് പേരെന്തിന് സജീവയുടെ മൂപ്പര് വളരെ കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ ആശയം വളരെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കി എന്നല്ല. നമ്മളൊരു 30,000 രൂപ ബഡ്ജറ്റിലാണ് ഈ പരിപാടി തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞപ്പോ അത് 45-ന്റെ മേലെ കടന്നു. ആ രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തി. നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഉദ്ദേശിച്ചത്. പക്ഷെ സാധനങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി സാധനം വെച്ചിട്ടാണ് സജിയേട്ടൻ പെട്ടിക്കട ഉണ്ടാക്കി തന്നത്. അപ്പൊ അതിന് തന്നെ നല്ല റേറ്റ് നമ്മൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അതിലേക്ക് സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു 45 രൂപേന്റെ മേലേക്ക് ഇപ്പൊ കടന്നു വരും. അപ്പൊ ആ രീതിയിൽ നിൽക്കണം. അതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം റെയിലിന്റെ അടുത്ത് കൊണ്ടുവച്ച് അവിടെ ചെറിയ പരാതി വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചിരുന്നു അവിടെ കൊണ്ടുവെക്കുമ്പോൾ വല്ല പരാതി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മതി ഉദ്ഘാടനം ഒന്ന് തീരുമാനിച്ചാൽ. പരാതി വന്നപ്പോൾ ആ പരിപാടി അവിടെ തന്നെ ബ്ലോക്ക് ചെയ്തു. ഉടനെ മണീന്റെ അടുത്ത് ഒരു 1.5 കൊല്ലം മുമ്പേ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായി. മണി അന്നേ ആലോചിക്കാൻ പറഞ്ഞു. പക്ഷെ ഈ ഘട്ടം വന്നപ്പോൾ മോന്റെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ച് പോകാനാവത് ഏറ്റെടുത്തു. സുമേധയ എനിക്ക് ബുദ്ധിമുട്ട് നാളെ ഉണ്ടാവരുത്, ഞാനിവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തി നടക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ ഒരു വലിയ മനസ്സോട് കൂടി. അതിന് ഒരു ഡിമാൻഡ് ഒരു ഉപാധിയും വെച്ചില്ല. കാരണം എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് സൗജന്യമായിട്ട് തന്ന മണി ഇതിന് നമ്മളെ കൂടെ അവതാര കുടുംബമാണ് ഈ നിൽക്കുന്നതൊക്കെ. അതിലൊരു അംഗമാണ് മണി. മണീന്റെ ആ സേവനത്തിനും കൂടി നമ്മൾ ഈ സ്മരിക്കാതെ ഈ സമയം ശ്രദ്ധിക്കുക. നമ്മളെ പാലിക്കുന്ന വർക്കർമാരും പ്രവർത്തകരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഉദ്ഘാടന പരിപാടിന് മുമ്പ് 2 വാക്ക് ഡോക്ടർ പറയും. അത് വളരെ എഴുതാം 2 വാക്ക്. ഇതിപ്പോ എല്ലാം ഇപ്പൊ കഴിയാൻ പോവാം. ആൾക്കാരുണ്ട് ഇതേമാതിരി അധികം സാമ്പത്തികമുള്ള ആൾക്കാരൊന്നല്ല ഈ നവതാരം. നമുക്കൊരു കൂട്ടായ്മയിൽ കൂടെ വേറെ ഇതേമാതിരി വലിയൊരു സംരംഭം തുടങ്ങിയിട്ട് അതിൽ നിന്ന് വീണ്ടും കിട്ടിയിട്ട് അവസാനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം എടുത്ത് വെക്കാറുണ്ട്. എല്ലാ ഹോട്ടലോ ഇതേമാതിരി വലിയ എല്ലാവർക്കും നല്ല ജോലി എല്ലാവർക്കും ഉണ്ടായി അത്ര സാമ്പത്തിക നിലവാരമുള്ള ആൾക്കാരല്ല നമ്മുടെ നവതാരം. അപ്പം നമുക്ക് അതിനൊരു മാൻ പവർ കൊടുത്തിട്ട് ഒരു എന്തെങ്കിലും സംരംഭം തുടങ്ങി അതിൽ നിന്നുള്ള ഇൻകം കൊണ്ട് നവതാര ഒരു ആശയം കിട്ടുകയാണ്. അപ്പോൾ അത് കൂട്ടായി നമുക്ക് ചിന്തിക്കണം. ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരാൾക്ക് അതിന് ജോലി നല്ലൊരു ആശയം എന്തായാലും സുരമാഷ 2 വാക്ക് സംസാരിക്കും. മെമ്പർ 2 വാക്ക് കഴിഞ്ഞ് 2 വാക്ക് സത്യേട്ടൻ നമ്മുടെ വനിതാ വേദിന്റെ സെക്രട്ടറി ഷാനിയുണ്ട്. 2 വാക്ക് സംസാരിക്കും. നവതാരയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കണ്ടുവൽ കൂടി വരികയാണ്. കുറേ കാലമായി ശിവനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നവതാരയുടെ കടമ തന്നെയാണ് ശിവകുമാറിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. എന്നും എപ്പോഴും നമ്മുടെ നവതാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ശിവകുമാർ. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ നമ്മുടെ സീനിയർ വളണ്ടിയർ സൈനിസാത്തന്റെ ആശംസ പറഞ്ഞതായിട്ട് അറിയിക്കുന്നു. സത്യബാബു, യൂനസ്, സത്യേട്ടൻ എല്ലാവരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മളെ സജിയേട്ടൻ പെട്ടിക്കട ഉണ്ടാക്കി തന്ന സജിയേട്ടൻ ഇവിടെ ഉണ്ട്. സജിയേട്ടന് ആശംസകൾ ഉണ്ട്. നമ്മൾ ഉദ്ഘാടനത്തിന് വേണ്ടി മുരളി ഡോക്ടർ അതുപോലെ തന്നെ ശിവേറിനെ ക്ഷണിക്കാൻ സത്യമായിട്ട് ഒന്നും യൂനസ് ബാബു